നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 തുല്യതാ പഠിതാക്കൾക്കായി 2026 അക്ഷരകേരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള പൊളിറ്റിക്കൽ സയൻസ് മാതൃകാ ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യപേപ്പറും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യോത്തരങ്ങളും ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 16 മാർക്കിന് ഉത്തരം എഴുതുവാനാണ്. 1 മുതൽ 10 വരെ ആകെ 20 മാർക്കിന്റെ ചോദ്യങ്ങളാണുള്ളത്. അതിൽ 16 മാർക്കിന് ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം, ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം. ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം. ഓപ്ഷൻസ്: പാരീസ്, ലണ്ടൻ, റിയോ ഡി ജനീറോ, ന്യൂയോർക്ക്. ഉത്തരം റിയോ ഡി ജനീറോ. ഉത്തരം റിയോ ഡി ജനീറോ. ഭാഗം 2 പേജ് നമ്പർ 119 ഭൗമ ഉച്ചകോടി എന്ന ഭാഗം നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വികസനം സംബന്ധിച്ച് നടന്ന അന്താരാഷ്ട്ര സമ്മേളനമാണ് ഭൗമ ഉച്ചകോടി അഥവാ എർത്ത് സമ്മിറ്റ് എന്ന് അറിയപ്പെടുന്നത്. റിയോ ഉച്ചകോടിയിൽ 170-ലധികം രാജ്യങ്ങൾ പങ്കെടുത്തു. വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചർച്ച നടത്തി. ഉച്ചകോടിയിൽ കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യം, വനസംരക്ഷണം എന്നിവ സംബന്ധിച്ച കരാറുകൾക്ക് രൂപം നൽകി. കൂടാതെ അജണ്ട 21 എന്ന പ്രവർത്തന പദ്ധതി അംഗീകരിക്കുകയും സുസ്ഥിര വികസനം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു. രണ്ടാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻസ്: കേരളം, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, കർണാടക. ഉത്തരം ആന്ധ്രാപ്രദേശ്. ഉത്തരം ആന്ധ്രാപ്രദേശ്. ഭാഗം 1 പേജ് നമ്പർ 20 സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന ഭാഗം നോക്കുക. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനമാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്ര സംസ്ഥാനമാണ്. ഇത് 1953 ഒക്ടോബർ 1 രൂപീകരിക്കപ്പെട്ടത്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെ മദ്രാസ് സംസ്ഥാനത്തിൽ നിന്ന് വേർതിരിച്ചാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത്. പിന്നീട് 1956 നവംബർ 1 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ആന്ധ്ര സംസ്ഥാനവും ഹൈദരാബാദ് സംസ്ഥാനത്തിലെ തെലുങ്ക് പ്രദേശങ്ങളും ചേർന്ന് ആന്ധ്രാപ്രദേശ് രൂപീകരിക്കപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം, മേധാ പട്കർ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മേധാ പട്കർ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: നർമ്മദാ ബച്ചാവോ ആന്തോളൻ, ദളിത് പാന്തേഴ്സ്, ചിപ്കോ പ്രസ്ഥാനം, ദ്രാവിഡ കഴകം. ഉത്തരം നർമ്മദാ ബച്ചാവോ ആന്തോളൻ. ഉത്തരം നർമ്മദാ ബച്ചാവോ ആന്തോളൻ. ഭാഗം 1 പേജ് നമ്പർ 129 നോക്കുക. വൻ വികസന പദ്ധതികൾ മൂലമുണ്ടാകുന്ന പ്രകൃതി നശീകരണം, കുടിയൊഴിപ്പിക്കൽ തുടങ്ങി മനുഷ്യനും പ്രകൃതിക്കും വരുത്തിവെക്കുന്ന അപകടങ്ങൾക്കെതിരെ പൊരുതുന്നതിനും അതുകൂടാതെ നർമ്മദാ നദിക്കും അതിന്റെ പോഷക നദികൾക്കും കുറുകെ വലിയ ഡാമുകൾ നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ച വിവിധോദ്ദേശ പദ്ധതികളായ സർദാർ സരോവർ പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പുനരധിവാസം ഉന്നയിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മേധാ പട്കർ ആണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മേധാ പട്കർ ആണ്. നാലാമത്തെ ചോദ്യം, 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ്. ഓപ്ഷൻസ്: എൻ സഞ്ജീവ് റെഡ്ഡി, വി ഗിരി, സക്കീർ ഹുസൈൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഉത്തരം ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഉത്തരം ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഭാഗം 1 പേജ് നമ്പർ 105 നോക്കുക. 1975 ജൂൺ 12 അലഹാബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കി. തുടർന്ന് രാജ്യത്ത് രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി. 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധിയുടെ രാജിക്ക് വേണ്ടി ദേശവ്യാപകമായ സത്യാഗ്രഹത്തിന് ഡൽഹി രാംലീല മൈതാനത്ത് ജയപ്രകാശ് നാരായൺ ആഹ്വാനം ചെയ്തു.
ഇതേ തുടർന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന കാരണത്താൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1975 ജൂൺ 25-ന് അർദ്ധരാത്രിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തുടർന്ന് പ്രതിപക്ഷ നേതാക്കളെയും തൊഴിലാളി യൂണിയൻ നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വിവാദമായ ഒന്നായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം. അഞ്ചാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പാർട്ടികളുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടെത്തി എഴുതുക. ചുവടെ നൽകിയിരിക്കുന്ന പാർട്ടികളുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്ന നേതാക്കളുടെ പേരുകൾ: എ കെ ഗോപാലൻ, ജയപ്രകാശ് നാരായൺ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. തന്നിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ: സോഷ്യലിസ്റ്റ് പാർട്ടി, ഭാരതീയ ജനസംഘ്. ഇനി ഇതിലെ നേതാക്കന്മാരുടെ പേരുകൾ ചേർത്തെഴുതാം. സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ, സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ. ഭാരതീയ ജനസംഘ് ശ്യാമപ്രസാദ് മുഖർജി, ഭാരതീയ ജനസംഘ് ശ്യാമപ്രസാദ് മുഖർജി. എ കെ ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ഭാഗം 1-ലെ പേജ് നമ്പർ 36 മുതലുള്ള രാഷ്ട്രീയ നേതാക്കളെയും അവരുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. ഈ ഭാഗത്ത് നിന്നും തീർച്ചയായും ചോദ്യങ്ങൾ ഉണ്ടാകും. ആറാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന ജനകീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ നേതാക്കളെ കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്ന ജനകീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ നേതാക്കളെ കണ്ടെത്തുക. തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ: ജയ് ജവാൻ ജയ് കിസാൻ, ഗരീബി ഹട്ടാവോ. ജയ് ജവാൻ ജയ് കിസാൻ, ഗരീബി ഹട്ടാവോ. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ്. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ്. ഭാഗം 1-ലെ പേജ് നമ്പർ 86 നോക്കുക. 1964 മുതൽ 66 വരെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത്. ഇക്കാലയളവിൽ ഇന്ത്യ ചൈന യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതത്തോടൊപ്പം മൺസൂണിന്റെ ലഭ്യതക്കുറവ്, വരൾച്ച എന്നിവ മൂലം രാജ്യം ഭക്ഷ്യ പ്രതിസന്ധി നേരിട്ടു. അതുകൂടാതെ രാജ്യം നേരിട്ട മറ്റൊരു വെല്ലുവിളി ഇന്ത്യ പാക് യുദ്ധമാണ്. ഇത് രണ്ടും നേരിടുന്നതിനാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ശാസ്ത്രി മുന്നോട്ട് വെച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് സൈനികരുടെയും ഭക്ഷ്യസുരക്ഷയ്ക്ക് കർഷകരുടെയും നിർണായക പങ്ക് എടുത്തു കാണിക്കുന്ന മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. അടുത്തത് ഗരീബി ഹട്ടാവോ. ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഭാഗം 1-ലെ പേജ് നമ്പർ 101 നോക്കുക. ഗരീബി ഹട്ടാവോ എന്ന് വെച്ചാൽ പട്ടിണി മാറ്റുക എന്ന മുദ്രാവാക്യവുമായാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് 1971 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. ഏഴാമത്തെ ചോദ്യം, ചില രാജ്യങ്ങളുടെ പേരുകൾ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും സാർക്കിൽ അംഗങ്ങളായ 2 രാജ്യങ്ങളെ കണ്ടെത്തുക. ചില രാജ്യങ്ങളുടെ പേരുകൾ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. അവയിൽ നിന്നും സാർക്കിൽ അംഗങ്ങളായ 2 രാജ്യങ്ങളെ കണ്ടെത്തുക. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന രാജ്യങ്ങൾ: ഈജിപ്റ്റ്, ഇന്ത്യ, മലേഷ്യ, നേപ്പാൾ. ഇതിൽ നിന്നും സാർക്കിൽ അംഗങ്ങളായ രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ എന്നിവയാണ്. സാർക്കിൽ അംഗങ്ങളായ രാജ്യങ്ങൾ ഇന്ത്യ, നേപ്പാൾ എന്നിവയാണ്. ഭാഗം 2-ലെ പേജ് നമ്പർ 75 നോക്കുക. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി 1985 ബംഗ്ലാദേശിലെ ധാക്ക ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് സാർക്ക്. സാർക്ക് എന്നാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഇതിലാകെ 8 അംഗരാജ്യങ്ങളാണുള്ളത്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാൽദ്വീപ്, അഫ്ഗാനിസ്ഥാൻ എന്നിവയാണ്. നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് ഇതിന്റെ ആസ്ഥാനം. എട്ടാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. എട്ടാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് ഭാഗം 1-ലെ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്ന 4ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ്. ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത് നോക്കാം. എ കോളത്തിൽ ദലൈലാമ, ഇന്ദിരാഗാന്ധി, ബെൽഗ്രേഡ് ഉച്ചകോടി, ലാൽ ബഹദൂർ ശാസ്ത്രി. ബി കോളത്തിൽ സിംല കരാർ, ടിബറ്റൻ ആത്മീയ നേതാവ്, താഷ്കന്റ് കരാർ, ചേരിചേരാ പ്രസ്ഥാനം. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. ദലൈലാമ ടിബറ്റൻ ആത്മീയ നേതാവ്. ദലൈലാമ ടിബറ്റൻ ആത്മീയ നേതാവ്. ഇന്ദിരാഗാന്ധി സിംല കരാർ.
ഇന്ദിരാഗാന്ധി സിംല കരാർ. ബെൽഗ്രേഡ് ഉച്ചകോടി ചേരിചേരാ പ്രസ്ഥാനം. ബെൽഗ്രേഡ് ഉച്ചകോടി ചേരിചേരാ പ്രസ്ഥാനം. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കന്റ് കരാർ. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കന്റ് കരാർ. ഈ ക്രമത്തിൽ എഴുതുക. 9ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഐക്യരാഷ്ട്രസഭയുടെ 3 പ്രധാന ഘടകങ്ങൾ കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഐക്യരാഷ്ട്രസഭയുടെ 3 പ്രധാന ഘടകങ്ങൾ കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്നത് പൊതുസഭ, അന്താരാഷ്ട്ര നാണയനിധി, രക്ഷാസമിതി, യൂണിസെഫ്, ലോകാരോഗ്യ സംഘടന, സെക്രട്ടേറിയറ്റ്. ഇതിൽ ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ് എന്നിവയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകങ്ങൾ പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ് എന്നിവയാണ്. ഇത് കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ മറ്റ് 3 ഘടകങ്ങൾ സാമ്പത്തിക സാമൂഹിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്നിവയാണ്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന അന്താരാഷ്ട്ര നാണയനിധി, യൂണിസെഫ്, ലോകാരോഗ്യ സംഘടന എന്നിവ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വരുന്ന ഏജൻസികളാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ വരുന്ന ഏജൻസികളെ കുറിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പേജ് നമ്പർ 86 അതേക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. 10ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. 10ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഭാഗം 2 പേജ് നമ്പർ 41 ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കൻ മേധാവിത്വം എന്ന പാഠത്തിൽ നിന്നുമാണ് ചേരുംപടി ചേർക്കുവാൻ ചോദിച്ചിരിക്കുന്നത്. എ കോളത്തിൽ ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ബി കോളത്തിൽ 1ാം ഗൾഫ് യുദ്ധം, ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം, സുഡാനിലെ ക്രൂയിസ് മിസൈൽ ആക്രമണം. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, സുഡാനിലെ ക്രൂയിസ് മിസൈൽ ആക്രമണം. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച്, സുഡാനിലെ ക്രൂയിസ് മിസൈൽ ആക്രമണം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, 1ാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, 1ാം ഗൾഫ് യുദ്ധം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം. ഇത് പേജ് നമ്പർ 51 കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യം നോക്കി കൂടുതൽ മനസ്സിലാക്കുക. അടുത്തത് 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. 11ാമത്തെ ചോദ്യം, ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മേധാവിത്വത്തിനുള്ള ഏതെങ്കിലും 3 കാരണങ്ങൾ എഴുതുക. ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മേധാവിത്വത്തിനുള്ള ഏതെങ്കിലും 3 കാരണങ്ങൾ എഴുതുക. ഭാഗം 1 പേജ് നമ്പർ 35 നോക്കുക. 1952, 57, 62 എന്നീ ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ ദേശീയ കോൺഗ്രസ് മികച്ച വിജയം നേടി. ഈ തുടർച്ചയായ വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങൾ നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെടാൻ അർഹതയുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെടാൻ അർഹതയുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. രാജ്യവ്യാപകവും കെട്ടുറപ്പുള്ളതുമായ ഒരു സംഘടനാ ശൃംഖലയുള്ള പാർട്ടിയും കോൺഗ്രസ് ആയിരുന്നു. രാജ്യവ്യാപകവും കെട്ടുറപ്പുള്ളതുമായ ഒരു സംഘടനാ ശൃംഖലയുള്ള പാർട്ടിയും കോൺഗ്രസ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലെ പ്രശസ്തരും സമുന്നതരുമായ നേതാക്കൾ കോൺഗ്രസിലുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലെ പ്രശസ്തരും സമുന്നതരുമായ നേതാക്കൾ കോൺഗ്രസിലുണ്ടായിരുന്നു. ഈ ഘടകങ്ങളുടെ ഫലമായി ആദ്യ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ മേധാവിത്വം സ്ഥാപിച്ചു. 12ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണത്തിന്റെ 3 രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എഴുതുക. ആഗോളവൽക്കരണത്തിന്റെ 3 രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എഴുതുക. ഭാഗം 2 പേജ് നമ്പർ 132 നോക്കുക. ആദ്യം ആഗോളവൽക്കരണം എന്താണെന്ന് നോക്കാം. ലോകരാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തികം, സാംസ്കാരികം, സാങ്കേതികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പരസ്പരം ബന്ധപ്പെടുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതുമൂലം സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, ജനങ്ങൾ എന്നിവയുടെ തടസ്സമില്ലാത്ത പ്രവാഹം സാധ്യമാകുന്നു. ലോകം ഒരു ആഗോള ഗ്രാമം പോലെയാകുന്നു എന്ന് പറയാം. ഇനി ആഗോളവൽക്കരണത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നോക്കാം. ആഗോളവൽക്കരണം മൂലം രാഷ്ട്രങ്ങളുടെ തീരുമാനമെടുക്കുവാനുള്ള ശേഷിക്ക് അല്ലെങ്കിൽ പരമാധികാരത്തിന് കുറവ് സംഭവിച്ചു. ക്ഷേമരാഷ്ട്രങ്ങൾ രാജ്യത്തെ നിയമവും സമാധാനവും സുരക്ഷയും മാത്രം നടപ്പിലാക്കേണ്ടുന്ന പരിമിത രാഷ്ട്രമായി മാറ്റപ്പെട്ടു.
അതുമൂലം വിവിധ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഗവൺമെന്റുകളുടെ അധികാരം പരിമിതമായി. ബഹുരാഷ്ട്ര കമ്പനികൾ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥിതിയുണ്ടാവുകയും അന്തർദേശീയ സംഘടനകളുടെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്തു. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശത്രുതയും പകപോക്കലും അധികരിച്ചു. ആഗോളവൽക്കരണം രാഷ്ട്രീയ മേഖലയിൽ സഹകരണവും അന്താരാഷ്ട്ര ബന്ധങ്ങളും ശക്തമാക്കിയെങ്കിലും രാജ്യങ്ങളുടെ പരമാധികാരത്തിന് വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ചില സംഘർഷങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. 13ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയെ കുറിച്ച് ചെറുകുറിപ്പ് തയ്യാറാക്കുക. ചുവടെ നൽകിയിരിക്കുന്നവയെ കുറിച്ച് ചെറുകുറിപ്പ് തയ്യാറാക്കുക. ചുവടെ നൽകിയിരിക്കുന്നത് 1 നോൺ കോൺഗ്രസിസം, 2 കൂറുമാറ്റം. 1 നോൺ കോൺഗ്രസിസം, 2 കൂറുമാറ്റം. ഭാഗം 1 പേജ് നമ്പർ 87 മുതൽ നോക്കുക. നോൺ കോൺഗ്രസിസം എന്താന്ന് നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആധിപത്യം അവസാനിപ്പിച്ച് കോൺഗ്രസിന് ബദലായ ഒരു രാഷ്ട്രീയ ശക്തിയെ വളർത്തിയെടുക്കണമെന്ന ആശയമാണ് നോൺ കോൺഗ്രസിസം. സോഷ്യലിസ്റ്റ് നേതാവായ റാം മനോഹർ ലോഹിയാണ് നോൺ കോൺഗ്രസിസം എന്ന ആശയം മുന്നോട്ട് വച്ചത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിനായി പ്രതിപക്ഷ പാർട്ടികൾ ആശയപരമായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ ആശയത്തിന്റെ ഫലമായി 1967 തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും പ്രതിപക്ഷ സർക്കാരുകൾ അധികാരത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസിന്റെ ഏകാധിപത്യ സ്വഭാവത്തിന് വെല്ലുവിളി ഉയർത്തുകയും ഇന്ത്യയിൽ സഖ്യ രാഷ്ട്രീയത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്ത ആശയമാണ് നോൺ കോൺഗ്രസിസം. അടുത്തത് കൂറുമാറ്റം എന്താന്ന് നോക്കാം. തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് ജയിക്കുകയും അതിനുശേഷം ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിനെയാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. 1967 തെരഞ്ഞെടുപ്പിന് ശേഷം പല സംസ്ഥാനങ്ങളിലും കൂറുമാറ്റം വ്യാപകമായി നടന്നു. വ്യക്തിപരമായ നേട്ടങ്ങൾക്കും മന്ത്രിസ്ഥാനം പോലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി നിരവധി ജനപ്രതിനിധികൾ പാർട്ടി മാറി. ഇതുമൂലം പല സംസ്ഥാന സർക്കാരുകളും അസ്ഥിരമാവുകയും പല സർക്കാരുകളും വീഴുകയും ചെയ്തു. ഇത്തരം കൂറുമാറ്റങ്ങൾ തടയുന്നതിനായി പിന്നീട് കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നു. 14ാമത്തെ ചോദ്യം, അമേരിക്കൻ ആധിപത്യത്തെ മറികടക്കാനുള്ള 3 തന്ത്രങ്ങൾ എഴുതുക. അമേരിക്കൻ ആധിപത്യത്തെ മറികടക്കാനുള്ള 3 തന്ത്രങ്ങൾ എഴുതുക. ഭാഗം 2 പേജ് നമ്പർ 49 നോക്കുക. ശീതയുദ്ധാനന്തരം ലോകത്ത് അമേരിക്ക ഏക ശക്തിയായി ഉയർന്നതോടെ അമേരിക്കൻ ആധിപത്യം ശക്തിപ്പെട്ടു. ഈ ആധിപത്യത്തെ നേരിടാനും അതിന്റെ സ്വാധീനം കുറയ്ക്കാനുമുള്ള വിവിധ തന്ത്രങ്ങൾ നോക്കാം. 1 ബാൻഡ് വാഗൺ തന്ത്രം. അമേരിക്കയുടെ ആധിപത്യം നേരിട്ട് എതിർക്കാതെ അതിന്റെ നേതൃത്വം അംഗീകരിച്ച് അതിനൊപ്പം സഹകരിക്കുന്നതാണ് ഈ തന്ത്രം. ഇതിലൂടെ രാജ്യങ്ങൾക്ക് ചില നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. 2 ഹൈഡ് തന്ത്രം. ഇത് അമേരിക്കൻ ആധിപത്യത്തെ നേരിട്ട് എതിർക്കാതെ അതിന്റെ സ്വാധീനത്തിൽ നിന്ന് അകന്നു നിൽക്കുകയോ സ്വയം സംരക്ഷിക്കുകയോ ചെയ്യുന്ന തന്ത്രമാണ്. ഈ തന്ത്രം സ്വീകരിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയുമായി അനാവശ്യ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുകയും സ്വന്തം ദേശീയ താല്പര്യങ്ങളും സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അടുത്തത് സർക്കാരിതര സംഘടനകളുടെ അഥവാ NGOകളുടെ ഇടപെടൽ. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പൊതുജനാഭിപ്രായ രൂപീകരണം, മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, പൊതുജന പ്രസ്ഥാനങ്ങൾ എന്നിവയിലൂടെ അമേരിക്കൻ ആധിപത്യത്തിനെതിരെ പ്രതിരോധം ഉയർത്തുക. അടുത്തത് ആഗോള ഗ്രാമം എന്ന ആശയം പ്രയോജനപ്പെടുത്തൽ. ലോകം പരസ്പരം ബന്ധിതമായതിനാൽ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും ജനകീയ പ്രസ്ഥാനങ്ങളും ശക്തിപ്പെടുത്തി അമേരിക്കൻ ആധിപത്യത്തെ എതിർക്കാൻ കഴിയും. അതിനാൽ ബാൻഡ് വാഗൺ, ഹൈഡ്, സർക്കാരിതര സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ അമേരിക്കൻ ആധിപത്യത്തിന്റെ സ്വാധീനം കുറയ്ക്കുവാനും അതിനെ ഫലപ്രദമായി നേരിടാനും രാജ്യങ്ങൾക്ക് സാധിക്കും. 15ാമത്തെ ചോദ്യം, പാകിസ്ഥാൻ സുസ്ഥിര ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടാനുള്ള 3 കാരണങ്ങൾ എഴുതുക. പാകിസ്ഥാൻ സുസ്ഥിര ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടാനുള്ള 3 കാരണങ്ങൾ എഴുതുക. ഭാഗം 2 പേജ് നമ്പർ 70 നോക്കുക. സ്വാതന്ത്ര്യാനന്തരം ജനാധിപത്യ ഭരണവും സൈനിക ഭരണവും മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. അതിനാൽ സ്ഥിരതയുള്ള ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയുണ്ടായി. അതിന്റെ കാരണങ്ങൾ നോക്കാം.
ഒന്ന്, പാകിസ്ഥാനിൽ സൈന്യത്തിനും മതമേധാവികൾക്കും യാഥാസ്ഥിതിക ഭൂവുടമ വർഗത്തിനുമുള്ള മേധാവിത്വം. രണ്ട്, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന സൈനിക അനുകൂല മനോഭാവം. മൂന്ന്, രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യവും പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഹാനികരമാണ് എന്ന മനോഭാവം. നാല്, പാകിസ്ഥാനിലെ ജനാധിപത്യ ഭരണക്രമത്തിന് അന്തർദേശീയ പിന്തുണ ലഭിക്കാത്ത സാഹചര്യം. അഞ്ച്, സൈനിക ഭരണം പാശ്ചാത്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ആഗോള ഇസ്ലാമിക ഭീകരവാദത്തെ തടയുമെന്നുമുള്ള വാദങ്ങൾ. ഇതൊക്കെയാണ് പാകിസ്ഥാനിൽ സ്ഥിരതയുള്ള ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങൾ. അടുത്തത് 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോ ചോദ്യത്തിനും 4 മാർക്ക് വീതമാണ്. 16ാമത്തെ ചോദ്യം, 1962 ഇന്തോ ചൈന യുദ്ധത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക. 1962 ഇന്തോ ചൈന യുദ്ധത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 72 നോക്കുക. 1962 ഇന്തോ ചൈന യുദ്ധമുണ്ടാകുവാൻ പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്ന്, ടിബറ്റൻ പ്രശ്നം. 2, അതിർത്തി തർക്കം. ആദ്യം ടിബറ്റൻ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ ആഗ്രഹിച്ച രാജ്യമാണ് ടിബറ്റ്. 1959 ചൈന ടിബറ്റിനെ ആക്രമിച്ച് ചൈനയുടെ ഭാഗമാക്കി. ഇതിനെതിരെ ടിബറ്റിൽ വൻ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. എന്നാൽ ചൈന ഈ പ്രക്ഷോഭങ്ങളെ ശക്തമായി അടിച്ചൊതുക്കുവാൻ ശ്രമിച്ചു. ചൈനയുടെ ഈ പ്രവൃത്തിയെ ഇന്ത്യ അപലപിക്കുകയും ടിബറ്റൻ ജനതയുടെ സ്വാതന്ത്ര്യവും സംസ്കാരവും അടിച്ചമർത്തുന്നതിൽ ഇന്ത്യ പ്രതിഷേധിക്കുകയും ടിബറ്റൻ ജനതയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തു. 1959 ചൈനയുടെ അധിനിവേശത്തെ ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ ദലൈലാമ എതിർക്കുകയും അതുമൂലമുള്ള ചൈനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഇന്ത്യയുടെ രാഷ്ട്രീയ അഭയം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇന്ത്യ ദലൈലാമയ്ക്കും ആയിരക്കണക്കിന് ടിബറ്റൻ അഭയാർത്ഥികൾക്കും അഭയം നൽകിയതിനെ ചൈന എതിർത്തെങ്കിലും ഇന്ത്യ അത് നിരാകരിച്ചു. കൂടാതെ ടിബറ്റിലെ മതപരവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യ നൽകുന്ന പിന്തുണയും ചൈന വിരുദ്ധ പ്രവർത്തനമായി ചൈന വിലയിരുത്തുകയും ചെയ്തു. അത് ഇരു രാജ്യവും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. അടുത്ത കാരണം അതിർത്തി തർക്കമാണ്. നോക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ പരിഹരിച്ചതായി ഇന്ത്യ അവകാശപ്പെട്ടെങ്കിലും ചൈന ഈ അവകാശവാദം അംഗീകരിച്ചില്ല. ഇന്ത്യയിലെ 2 പ്രദേശങ്ങളുടെ മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചു. ഒന്ന്, ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലെ അക്സായ് ചിൻ പ്രദേശവും മറ്റൊന്ന് അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളുമായിരുന്നു. അതേ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ ചർച്ചകൾ നടന്നുവെങ്കിലും പരിഹാരം കാണുവാൻ സാധിച്ചില്ല. ഈ പ്രശ്നവും ഇന്തോ ചൈന യുദ്ധത്തിന് മറ്റൊരു കാരണമായി. 17ാമത്തെ ചോദ്യം, ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ഏതെങ്കിലും 4 സുരക്ഷാ തന്ത്രങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ഏതെങ്കിലും 4 സുരക്ഷാ തന്ത്രങ്ങളെ കുറിച്ച് വിശദീകരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 108 നോക്കുക. ഇന്ത്യയുടെ പരമാധികാരവും ദേശീയ ഐക്യവും സംരക്ഷിക്കുന്നതിനും ആഭ്യന്തര ബാഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഇന്ത്യ വിവിധ സുരക്ഷാ തന്ത്രങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നോക്കാം. ഒന്ന്, സൈനിക ശേഷി ശക്തിപ്പെടുത്തുക. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കരസേന, നാവികസേന, വ്യോമസേന എന്നിവയെ ആധുനികവൽക്കരിക്കുന്നു. 2, അന്താരാഷ്ട്ര നിയമങ്ങളെയും സംഘടനകളെയും ശക്തിപ്പെടുത്തുക. രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും സമാധാനവും വർദ്ധിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര നിയമങ്ങളെയും സംഘടനകളെയും ശക്തിപ്പെടുത്തുന്നതിനെ പിന്തുണയ്ക്കുന്നു. 3, രാജ്യത്തിനകത്തെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുക. തീവ്രവാദം, നക്സലിസം, ഭീകര പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണികളെ ഫലപ്രദമായി നേരിടുന്നു. 4, പാരമ്പര്യേതര ഭീഷണികളെ നേരിടുന്നതിന് സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുക. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭക്ഷ്യക്ഷാമം, പകർച്ചവ്യാധികൾ തുടങ്ങിയ പാരമ്പര്യേതര സുരക്ഷാ ഭീഷണികളെ നേരിടാൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. ഈ സുരക്ഷാ തന്ത്രങ്ങളിലൂടെ ഇന്ത്യ ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ സമാധാനവും വികസനവും ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. 18ാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുക. ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 123 നോക്കുക. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ ശ്രദ്ധേയവും ആദ്യത്തേതുമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇത് ഉത്തരാഖണ്ഡിലെ ഗ്രാമീണർക്കിടയിലാണ് രൂപീകൃതമായത്.
ഉത്തരാഖണ്ഡിലെ ഗ്രാമീണർ പൊതുവെ കാടിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അവരുടെ കാലികൾക്ക് ആവശ്യമായ പുല്ല്, പാചകം ചെയ്യാൻ ആവശ്യമായ വിറക്, കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ തടി എന്നിവയെല്ലാം വനങ്ങളിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒലിവ് വിഭാഗത്തിൽപ്പെട്ട ആഷ്മരങ്ങൾ മുറിക്കാനുള്ള അനുമതി ഗ്രാമീണർക്ക് നിരോധിക്കുകയും ഇതേ പ്രദേശത്തുള്ള മരങ്ങൾ മുറിക്കുവാൻ സൈമൺസ് എന്ന സ്പോർട്സ് കമ്പനിക്ക് അനുമതി നൽകുകയും ചെയ്തു. ഇത് ചിപ്കോ പ്രസ്ഥാന രൂപീകരണത്തിന് കാരണമായി. ഉത്തരാഖണ്ഡിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഗ്രാമീണർ മരത്തെ കെട്ടിപ്പുണർന്ന് അവയെ വെട്ടിവീഴ്ത്തുന്നത് തടഞ്ഞു. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ, ചണ്ഡി പ്രസാദ് ഭട്ട് എന്നിവരാണ്. 19ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിഷ്കരണത്തിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിഷ്കരണത്തിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 89 നോക്കുക. 1945 ഒക്ടോബർ 30 ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായ ഇന്ത്യ ലോക സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പ്രധാന പങ്കുണ്ടെന്ന് അംഗീകരിക്കുന്നു. എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യങ്ങൾക്ക് അനുസൃതമായി സംഘടനയുടെ ഘടനയിലും പ്രവർത്തനത്തിലും പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയുടെ നിലപാടുകൾ നോക്കാം. 1. സുരക്ഷാ സമിതിയുടെ അംഗത്വം വിപുലീകരിക്കണം. സുരക്ഷാ സമിതിയിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. നിലവിലെ ഘടന ലോകത്തിലെ യഥാർത്ഥ ശക്തി സന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നത് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. 2. സ്ഥിരാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. 1965 മുതൽ സുരക്ഷാ സമിതിയിലെ അംഗസംഖ്യ 11 നിന്ന് 15 വർദ്ധിപ്പിച്ചെങ്കിലും സ്ഥിരാംഗങ്ങളുടെ എണ്ണം 5 തന്നെ തുടരുന്നു. 193 അംഗരാജ്യങ്ങളുള്ള ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇത് അപര്യാപ്തമാണെന്നും കൂടുതൽ സ്ഥിരാംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നു. 3. വികസനോന്മുഖ രാജ്യങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണം. ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ വികസനോന്മുഖ മേഖലകൾക്ക് സുരക്ഷാ സമിതിയിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു. 4. ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ, ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന പാലന ദൗത്യങ്ങളിലെ പ്രധാന സംഭാവന, ആണവായുധ ശേഷി, അയൽരാജ്യങ്ങളുമായി സമാധാനപരമായ ബന്ധം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന് ഇന്ത്യ വാദിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടനയെ കൂടുതൽ ജനാധിപത്യപരവും പ്രാതിനിധ്യമുള്ളതും ഫലപ്രദമുള്ളതുമാക്കുന്നതിനായി സുരക്ഷാ സമിതിയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കി ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നാണ് ഇന്ത്യയുടെ പ്രധാന നിലപാട്. 20ാമത്തെ ചോദ്യം, ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ച് ചെറുവിവരണം തയ്യാറാക്കുക. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ച് ചെറുവിവരണം തയ്യാറാക്കുക. ഭാഗം 2 പേജ് നമ്പർ 10 നോക്കുക. മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയിരുന്ന അമേരിക്കയിൽ നിന്ന് ഫിഡൽ കാസ്ട്രോയുടെ കമ്മ്യൂണിസ്റ്റ് ക്യൂബയ്ക്ക് നേരെ ഏത് സമയത്തും അട്ടിമറി ഭീഷണി ഉണ്ടാവുമെന്ന് USSR അഥവാ സോവിയറ്റ് യൂണിയൻ ഭയപ്പെട്ടിരുന്നു. ക്യൂബയെ സംരക്ഷിക്കുന്നതിനും മേഖലയിൽ സോവിയറ്റ് സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും USSR പ്രസിഡന്റായിരുന്ന നികീത ക്രൂഷ്ചേവ് തീരുമാനിക്കുകയും അതിനായി 1962 ക്യൂബയിൽ USSR ആണവായുധ മിസൈലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. രാജ്യം ആണവായുധ ഭീഷണിയിലാണെന്ന് അമേരിക്ക അറിയുന്നത് ആഴ്ചകൾക്ക് ശേഷമാണ്. അതേ തുടർന്ന് ക്യൂബയിലേക്ക് വരുന്ന സോവിയറ്റ് കപ്പലുകളെ തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഉത്തരവിടുകയും അതോടൊപ്പം ക്യൂബയിൽ നിന്നും മിസൈലുകൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ലോക യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന ആശങ്കയുണ്ടാക്കിയ ഈ സംഭവമാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് അറിയപ്പെടുന്നത്. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. കൂടാതെ മറ്റു വിഷയങ്ങളുടെയും അക്ഷരകേരളി മാതൃകാ ചോദ്യപേപ്പറും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യോത്തരങ്ങളും ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.